ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മുടെ കഴിഞ്ഞ 12th പ്രിലിംസ് എക്സാമിൻ്റെ ഫേസ് 1ലും ഫേസ് 2ലും കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ഫേസിലും കൂടിയിട്ട് ഒരു 10 ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻസ് എല്ലാതും ഒരൊറ്റ ബുക്കിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏതാണ് ആ ബുക്ക് എന്നുള്ളതും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കിയേ, ഏറ്റവും കൂടുതൽ ഡാറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? DVD ഉണ്ട്, ബ്ലൂറേ DVD ഉണ്ട്, CD ഉണ്ട്, ഹാർഡ് ഡിസ്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ബ്ലൂറേ DVD ആണ് കേട്ടോ. ബ്ലൂറേ DVD ആണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് നോട്ട്സും അത് ഏത് ബുക്കിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഇതിനകത്ത് നമ്മുടെ +1 SCERT +1 ടെക്സ്റ്റ് ബുക്കാണ്. ഇതിനകത്ത് പേജ് നമ്പർ 98 കേട്ടോ. പേജ് നമ്പർ 98 നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിയേ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡറി സ്റ്റോറേജ് അല്ലേ, സെക്കൻഡറി സ്റ്റോറേജ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ് നമ്മൾ രണ്ടും കണ്ടു അല്ലേ. അപ്പോൾ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസിനകത്ത് കാന്തിക സംഭരണ ഉപകരണങ്ങൾ അതിലൊന്ന് നോക്കിയാൽ ഞാനിവിടെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. മാഗ്നറ്റിക് ടേപ്പുകൾ, ഹാർഡ് ഡിസ്ക്, ഇതൊക്കെ വരുന്നത് ഏതിൻ്റെ കീഴിലാണ്? മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസിൻ്റെ കീഴിലാണ് ഇതെല്ലാം വരുന്നത്. അതേസമയം ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിൻ്റെ കീഴിൽ ഏതൊക്കെയാണ് വരുന്നത്? ഒപ്റ്റിക്കൽ സ്റ്റോറേജിൽ വരുന്ന ഏതൊക്കെയാണ്? അതേ ഇവിടെ ശ്രദ്ധിച്ചോളൂ. CD, DVD ആൻഡ് ബ്ലൂറേ ഒക്കെയാണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ്, ഈ ഒരു +1 ടെക്സ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. ഇതിനകത്തുള്ള ആൻസർ പറഞ്ഞേക്കുന്നത് ബ്ലൂറേ ആണ് അല്ലേ. ബാക്കി എല്ലാ ആൻസേഴ്സും ബാക്കി വന്നിട്ടുള്ള ഏതാ? നമ്മുടെ ഹാർഡ് ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്പ്, ഇതെല്ലാം നമുക്കറിയാം മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണെന്നുള്ളത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ 5th അതായത് 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള മാത്രമല്ല നമ്മുടെ +1 ടെക്സ്റ്റും നിങ്ങൾ തീർച്ചയായും പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം നമ്മുടെ 12th IT അതായത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ അതേ സിലബസ് തന്നെയാണ് നമ്മൾ ഡിഗ്രിയിലും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും ഈ +1 ടെക്സ്റ്റ് നിങ്ങൾ എന്തായാലും ഒഴിവാക്കരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കയറാം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് ഏത്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണ്? ഫോട്ടോഷോപ്പ്, MS പെയിൻറ്റ്, പിന്നെ ഏതാ? ജിംബ്, അഫിനിറ്റി ഫോട്ടോ. ഇത് മിക്കവർക്കും അറിയായിരിക്കും. ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത്? ജിംബാണ്. അപ്പോൾ ഇതും നമ്മുടെ ഈ +1 ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം കേട്ടോ. ടെക്സ്റ്റിൽ എവിടെയാണ് അത് കിടക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഒന്ന് ശ്രദ്ധിക്കണേ. ഇത് വരുന്നത് പേജ് നമ്പർ 120 ആണ്. 120 ഞാനൊന്ന് എൻ്റർ ചെയ്തേക്കട്ടെ കേട്ടോ. 120 കണ്ടോ. ഇതിനകത്ത് കണ്ടോ സ്വതന്ത്ര ഓപ്പൺ സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കീഴിൽ വരുന്നത് ഇവിടെ കണ്ടോ ജിംബ്, അതായത് GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എന്തിനായിട്ട് നമ്മൾ മെയിൻ യൂസ് ചെയ്യുന്നത്? ചിത്രങ്ങളെ ചിട്ടപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണിത്. അതായത് നമ്മൾ വരയ്ക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നുള്ളതാണ് ജിംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ +1 ടെക്സ്റ്റിൽ നിന്നാണ് ഇത് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് പഠിക്കാൻ വിട്ടുപോകരുത്. അടുത്ത് നോക്കാം. സഫാരി ഏത് വിഭാഗത്തിൽ പെടുന്ന സോഫ്റ്റ്വെയർ ആണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും സഫാരി. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്ഷൻസ് നോക്കാമല്ലോ. ഏതൊക്കെയാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, പിന്നെ ഏതാ? വൈറസ് പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയർ ബ്രൗസർ. നമുക്കറിയാലോ ആപ്പിളിലെ ബ്രൗസറാണ് സഫാരി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതും നമ്മുടെ ടെക്സ്റ്റിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അത് ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോളൂ. നമ്മുടെ 11th ടെക്സ്റ്റിലത്തെ SCERT +1 ടെക്സ്റ്റിലത്തെ നമുക്ക് നോക്കാം കേട്ടോ. ഇംഗ്ലീഷിലാണ്, ഇംഗ്ലീഷ് ടെക്സ്റ്റിൽ നിന്നാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞുതരാം. പേജ് നമ്പർ 173 ശ്രദ്ധിക്കുക കേട്ടോ. ഏതാ വന്നേക്കുന്നത്? ഇതേ കണ്ടോ, നമ്മുടെ ബ്രൗസേഴ്സിൻ്റെ കീഴിൽ വന്നേക്കുന്ന കണ്ടോ. ഏതൊക്കെയാണ് നമ്മുടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്രൗസേഴ്സ് ഏതൊക്കെയാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതൊക്കെയാണ്. ഗൂഗിൾ ക്രോം ഉണ്ട്, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഉണ്ട്, മോസില്ല ഫയർഫോക്സ് ഉണ്ട്, ഒപ്പേറ ഉണ്ട്, സഫാരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് അറിയില്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് എടുത്ത് പറയാൻ കാര്യം വേറെ ഒന്നുമല്ല. ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ തീർച്ചയായും പഠിക്കണം. നമ്മുടെ +1 ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ തീർച്ചയായും പഠിക്കണം. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ ക്വസ്റ്റ്യൻസും ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 4 ഓപ്ഷൻസ് നോക്കാമല്ലോ. ഏതൊക്കെയാണ്? ആൻറ്റിവൈറസ് സ്കാനർ ഉപയോഗിക്കുക, കമ്പ്യൂട്ടർ ഇടയ്ക്കിടയ്ക്ക് ഡീഫ്രാഗ്മെൻറ്റ് ചെയ്യുക, കുക്കീസ് ഇടയ്ക്ക് മാച്ച് കളയുക, ഫയർവാൾ സെറ്റ് ചെയ്യുക. ഇങ്ങനെ 4 ഓപ്ഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ വരുന്നത് കമ്പ്യൂട്ടർ ഇടയ്ക്കിടയ്ക്ക് ഡീഫ്രാഗ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ 11th ടെക്സ്റ്റിൽ എവിടെയാണ് കിടക്കണത് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. നമ്മുടെ +1 SCERT ടെക്സ്റ്റിൽ എവിടെയാണ് കിടക്കണത് എന്നുള്ളത് നോക്കാം. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, പ്രിവെൻറ്റിംഗ് നെറ്റ്വർക്ക് അറ്റാക്സ്. പ്രിവെൻറ്റിംഗ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ പ്രിവെൻറ്റിംഗ് നെറ്റ്വർക്ക് അറ്റാക്സിനകത്ത് കൊടുത്തിട്ടുള്ളത് നോക്കിയേ. ഫസ്റ്റ് വൺ ഏതാ? ഫയർവാൾ കൊടുത്തിട്ടുണ്ട്. ഫയർവാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെക്യൂരിറ്റി ഉണ്ടാവും എന്നുള്ള രീതിയിൽ അല്ലേ. A firewall is a system of computer hardware and software that provides security അല്ലേ, സെക്യൂരിറ്റി കൊടുക്കുന്ന ഒന്നാണ് to the computer network in an organization. ഓക്കെ ആണല്ലോ. അതിൻ്റെ ബേസിക്കൽ അധികം ഞാൻ വായിക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാതെ നമുക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അടുത്ത ആൾ നോക്കിയേ, സാൻഡ് ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വേണമെങ്കിൽ നമുക്കൊന്ന് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ സാൻഡ് ബോക്സിംഗ് ഇസ് എ ടെക്നിക് ത്രൂ വിച്ച് പ്രോഗ്രാംസ് ദാറ്റ് ആർ സസ്പെക്റ്റഡ് ടു ബി ഇൻഫെക്റ്റഡ് വിത്ത് എ വൈറസ് ക്യാൻ റൺ. അതായത് സാൻഡ് ബോക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയണ്ടേ, ഒരു ഇറ്റ്സ് എ ടെക്നിക് ത്രൂ വിച്ച് പ്രോഗ്രാംസ്, അതായത് കുറച്ച് എന്താ പറയണ്ടേ, പ്രശ്നം തോന്നുന്ന കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടല്ലോ, അതായത് വൈറസ് അറ്റാക്ക് ചെയ്തു എന്നുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ്, അത് നമുക്ക് സെപ്പറേറ്റ് ഒരു മെമ്മറി ഏരിയയിൽ റൺ ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് നമുക്ക് സെപ്പറേറ്റ് ഒരു മെമ്മറി ഏരിയയിൽ റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്ന് ഡാമേജ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ, സാൻഡ് ബോക്സിംഗ് എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? നമ്മൾ ഫയർവാളും പറഞ്ഞു, അതുപോലെ തന്നെ സാൻഡ് ബോക്സിങ്ങും. ഇതെല്ലാം നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമുക്കറിയാലോ ആൻറ്റിവൈറസ് സ്കാനേഴ്സ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ, ആൻറ്റിവൈറസ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ആൻറ്റിവൈറസ് സ്കാനേഴ്സും അതുപോലെ തന്നെ കുക്കീസും എന്തേ കൊടുത്തിരിക്കുന്നുണ്ടോ? കുക്കീസ് ആർ സ്മോൾ ടെക്സ്റ്റ് ഫയൽസ് ദാറ്റ് ആർ ക്രിയേറ്റഡ് വെൻ വി യൂസ് എ ബ്രൗസർ ടു വിസിറ്റ് വെബ്സൈറ്റ്. കുക്കീസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇവിടെ നോക്കിയേ, നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് പ്രിവെൻറ്റിംഗ് നെറ്റ്വർക്ക് അറ്റാക്സ് അല്ലേ. അപ്പോൾ അതിൽ പെടാത്തത് ആരാണ്? ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് ഒന്നും കൂടെ കയറാം. ഓക്കെ, കണ്ടോ, താഴെ പറയുന്നവയിൽ നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഉപയോഗിക്കാത്തത്. അപ്പോൾ ആൻറ്റിവൈറസ് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഏതാ? കുക്കീസ് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഫയർവാൾ സെറ്റ് ചെയ്യുന്നതും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഡീഫ്രാഗ്മെൻറ്റ് ചെയ്യുന്നതാണ് ഇവിടുത്തെ ആൻസർ. ക്ലിയർ ആയല്ലോ? ഉപയോഗിക്കാത്തതെന്ന് പറയുന്നത് ഡീഫ്രാഗ്മെൻറ്റ് ചെയ്യുക. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെ പറയുന്നത് ഏതാണ്? കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെ പറയുന്നത് ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഏതാ? എറർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ബഗ്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെ മിസ്റ്റേക്ക്, ഡിഫക്റ്റ് അല്ല. ഇതെല്ലാം നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. എറർ ഉണ്ട്, മിസ്റ്റേക്ക് ഉണ്ട്. നമ്മുടെ ഇംഗ്ലീഷിൽ എന്താ പറയുക, ഒരേ മീനിങ് വരുന്ന ആൾക്കാരൊക്കെയാണ്. എറർ, ബഗ്സ്, മിസ്റ്റേക്ക്, ഡിഫക്റ്റ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ആൻസർ വരുന്നത് ബഗ്സ് ആണ്. ഇതും നമ്മുടെ +1 ടെക്സ്റ്റ് തന്നെയാണ് കേട്ടോ, മറക്കരുത്. ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് തീർച്ചയായും നിങ്ങൾ +1 ടെക്സ്റ്റ് പഠിക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത് മെയിനായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എടുത്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കത് എവിടെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ടെക്സ്റ്റിനകത്ത് പേജ് നമ്പർ 148 നോക്കട്ടെ കേട്ടോ. 148. ഓക്കെ, ഇതിനകത്ത് നമുക്ക് നോക്കാം ബഗ്സ് എവിടെയാണ് വരുന്നത് എന്നുള്ളത്. കണ്ടോ, ഡീബഗിംഗ് എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നുണ്ടോ? ഡീബഗിംഗ്, ബഗ്സ് കണ്ടോ. ഇതിനകത്ത് പ്രോഗ്രാമിലുള്ള തെറ്റുകളെ ബഗ് എന്ന് പറയുന്നു. കണ്ടോ, അപ്പോൾ നമ്മുടെ +1 ടെക്സ്റ്റ് ആണ് കേട്ടോ. 11th SCERT ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളതാണ്. പ്രോഗ്രാമിലുള്ള തെറ്റുകളെ നമ്മൾ എന്താ പറയുന്നത്? ബഗ് എന്നാണ് പറയുന്നത് കേട്ടോ. എറർ അതുപോലെയുള്ളതെല്ലാം നമ്മളെ വെറുതെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തതിലേക്ക് വരാമല്ലോ നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? ഇനി നമ്മുടെ phase 2 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. phase 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിലത്തെ ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വേഗതയേറിയ മെമ്മറി. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വേഗതയേറിയ മെമ്മറി ഏതാണ്? ആൻസർ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. റാൻഡം ആക്സസ് മെമ്മറി, ക്യാഷ് മെമ്മറി, മെമ്മറി രജിസ്റ്റർ, റീഡ് ഒൺലി മെമ്മറി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആൻസർ ഏതാ? മെമ്മറി രജിസ്റ്റർ ആണ് അല്ലേ. ഏറ്റവും വേഗതയേറിയ മെമ്മറി ഏതാണ്? മെമ്മറി രജിസ്റ്റർ. അപ്പോൾ അതെവിടെ കിടക്കണമെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ. നമുക്ക് അതിൻ്റെ ആൻസർ ഒന്ന് ജസ്റ്റ് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണ്. പേജ് നമ്പർ 100 ആണ്. നമുക്ക് 100 ഒന്ന് അടിച്ചു നോക്കാം. 100 ഇവിടെ നോക്കിയേ, കണ്ടോ, റോൾ ഓഫ് മെമ്മറീസ് ഇൻ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത്
ഈ ഒരു ബോക്സ് കണ്ടോ, ഇതിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? രജിസ്റ്റർ കണ്ടോ, രജിസ്റ്റർ ഏറ്റവും അതിവേഗം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ രജിസ്റ്റർ ആണ് ഏറ്റവും വേഗത കൂടിയിട്ടുള്ള മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോക്സിൽ നിന്ന് തന്നെ നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും. ക്യാഷ് കൊടുത്തിട്ടുണ്ട്, കൂടിയ വേഗം, റാം വളരെ വേഗം. അപ്പോൾ ഏറ്റവും സ്പീഡാണ് ചോദിച്ചേക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? രജിസ്റ്റർ മെമ്മറിയാണ് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ഇതിൽ കുറേ കണ്ടോ, കമ്പ്യൂട്ടറിൽ അതിവേഗതയുള്ള മെമ്മറിയാണ് ഏത്? നമ്മുടെ രജിസ്റ്റർ മെമ്മറി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് പഠിക്കാൻ മറക്കരുത് കേട്ടോ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? താഴെ പറയുന്നവയിൽ ഏതാണ് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം? നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. പ്ലോട്ടർ ആണ് കേട്ടോ. പ്ലോട്ടർ, പ്രിന്റർ, ഫ്ലാഷ് മെമ്മറി, ബയോമെട്രിക് സെൻസർ ആണ്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് അല്ലേ ചോദിച്ചിരിക്കുന്നത്. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ബയോമെട്രിക് സെൻസർ ആണ്. ബയോമെട്രിക് സെൻസർ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അത് നമുക്ക് ടെക്സ്റ്റിൽ എവിടെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. പേജ് നമ്പർ 103 ആണ് കേട്ടോ. ഒന്ന് എൻട്രി ചെയ്തേക്കട്ടെ. പേജ് നമ്പർ 103 ആണ്. അപ്പോൾ ഇതിനകത്ത് കണ്ടോ, ബയോമെട്രിക് സെൻസർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, നമ്മൾ ഈ പഞ്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഓഫീസിലൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ അല്ലേ. അപ്പോൾ അത് ഇൻപുട്ടിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. വായിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇൻപുട്ട് ചെയ്യാനുള്ള ഒരു ഉപകരണമാണ് നമ്മുടെ ബയോമെട്രിക് സെൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ കൊടുത്തിട്ടുള്ള ബാക്കിയെല്ലാം നിങ്ങളൊന്ന് വായിച്ച് നോക്കണം. സ്മാർട്ട് കാർഡ് റീഡർ, അതുപോലെ തന്നെ ഏതാ ഡിജിറ്റൽ ക്യാമറ, ഇതൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമുക്കറിയാലോ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള മേഖലയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലേ. ഒരു പാറ്റേൺ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. അപ്പം എനിക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് തന്നെ ഞാൻ ഓരോന്നൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാനും ശ്രമിക്കാം കേട്ടോ. കൂടുതൽ ക്ലാസ്സസ് എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്? വിക്കീസ്. വിക്കീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാ? ഒരു സോഷ്യൽ മീഡിയ ആണോ, ഒരു വൈറസ് പ്രോഗ്രാം ആണോ, ഒരു ബ്രൗസർ പ്രോഗ്രാം ആണോ, ഒരു സെർച്ച് എഞ്ചിൻ പ്രോഗ്രാം ആണോ? ഏതാണ് വരുന്നത്? ഒരു സോഷ്യൽ മീഡിയ ആണ് കേട്ടോ. വിക്കീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ടെക്സ്റ്റിൽ എവിടെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പേജ് നമ്പർ 180 ആണ് കേട്ടോ. പേജ് നമ്പർ 180 നമുക്കൊന്ന് നോക്കാം. കണ്ടോ, ഇതെല്ലാം നമ്മുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ +1 ടെക്സ്റ്റ് ഒന്ന് ശരിക്കും നോക്കിപ്പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ. സോഷ്യൽ മീഡിയയിൽ കണ്ടോ, സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ? ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ മീഡിയയുടെ കീഴിൽ വരുന്നുണ്ടോ? ദ വേരിയസ് ടൈപ്സ് ഓഫ് സോഷ്യൽ മീഡിയ ദാറ്റ് എക്സിസ്റ്റ് ഓൺ ദി ഇന്റർനെറ്റ് ആർ. ഏതൊക്കെയാണ്? ഇന്റർനെറ്റ് ഫോറംസ് ഉണ്ട്, സോഷ്യൽ ബ്ലോഗ്സ് ഉണ്ട്, മൈക്രോ ബ്ലോഗ്സ് ഉണ്ട്, വിക്കീസ്, സോഷ്യൽ നെറ്റ്വർക്ക്സ്, കണ്ടന്റ് കമ്മ്യൂണിറ്റീസ് ആൻഡ് എ ലോട്ട് മോർ. അപ്പോൾ ഇതിനകത്ത് ഈ വിക്കീസ് ആണ് അവരെടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഒരുവിധം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇതെല്ലാം പഠിക്കാൻ പറ്റും അല്ലേ. കണ്ടോ, ഇവിടുത്തെ ഒരു ലോഗോ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഇതാണ് നമ്മുടെ വിക്കീസിൻ്റെ ലോഗോ. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അറിയപ്പെടുന്ന ഒരു സെർച്ച് എഞ്ചിൻ ആണ് ഏത്? മോസില്ല ഫയർഫോക്സ് കൊടുത്തിട്ടുണ്ട്, അവിര കൊടുത്തിട്ടുണ്ട്, ഗൂഗിൾ ക്രോം കൊടുത്തിട്ടുണ്ട്, ബിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൻസർ ബിങ് ആണ്. മൈക്രോസോഫ്റ്റിൻ്റെ ഒരു സെർച്ച് എഞ്ചിൻ ആണ് കേട്ടോ ബിങ് എന്ന് പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ എവിടെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ടെക്സ്റ്റിൽ ഇംഗ്ലീഷ് ടെക്സ്റ്റിലാണ് കേട്ടോ. ഇംഗ്ലീഷ് ടെക്സ്റ്റിൽ പേജ് നമ്പർ 175 ആണ്. അപ്പോൾ അതിൽ നോക്കിയേ, സെർച്ച് എഞ്ചിൻസ് അല്ലേ. സെർച്ച് എഞ്ചിൻസിൽ നമുക്ക് ബിങ് എവിടെയാണെന്നുള്ളത് നോക്കാം. കണ്ടോ, ഇത് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു പിക്ചർ തന്നെയാണ്. ബിങ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊരു സെർച്ച് എഞ്ചിനാണ്. നമ്മൾ മൈക്രോസോഫ്റ്റിൽ യൂസ് ചെയ്യുന്ന ഒരു സെർച്ച് എഞ്ചിനാണ് കേട്ടോ ഈ ബിങ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഒരു നെറ്റ്വർക്കിലുള്ള ഉപകരണങ്ങളുടെ അകലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ചെറിയ നെറ്റ്വർക്കിനെ പറയുന്ന പേരെന്താണ്? ഏറ്റവും ചെറിയ നെറ്റ്വർക്കിനെ പറയുന്ന പേരെന്താണ്? ഏതൊക്കെയാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്? 65th വൺ ഏതാണ്? ലാൻ കൊടുത്തിട്ടുണ്ട്, വാൻ കൊടുത്തിട്ടുണ്ട്, മാൻ കൊടുത്തിട്ടുണ്ട്, പാൻ കൊടുത്തിട്ടുണ്ട്. ആൻസർ പാൻ ആണ് കേട്ടോ. പാൻ ആണ്. ടെക്സ്റ്റിൽ എവിടെയാണെന്നുള്ളത് നമുക്ക് നോക്കാമല്ലോ. നമ്മുടെ +1 ടെക്സ്റ്റിലെ പേജ് നമ്പർ 172. ഇതിനകത്ത് കണ്ടോ, പേഴ്സണൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ. പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കാണ്, ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്, മാൻ മെട്രോപൊളിയൻ ഏരിയ നെറ്റ്വർക്കാണ്, വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. അപ്പോൾ പാൻ എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കാണ്. അപ്പോൾ ഇത് എടുത്ത് ഏതൊക്കെയാണ് അതിനകത്ത് എക്സാമ്പിൾ വരുന്നത്? നമ്മുടെ ബ്ലൂടൂത്ത്, ഇൻഫ്രാറെഡ്, അതായത് ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും, ഒരു ചെറിയൊരു പരിധിക്കുള്ളിൽ ഉള്ള അതിനെയാണ് നമ്മൾ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ SCERT ടെക്സ്റ്റിലെ +1 കൊടുത്തിട്ടുള്ളതാണ് കണ്ടോ. ഏതാനും മീറ്റർ വൃത്ത പരിധിക്കുള്ളിൽ ഇവ വ്യാപിച്ചു കിടക്കുന്നു കണ്ടോ. അപ്പോൾ ചെറിയൊരു ഡിസ്റ്റൻസിനകത്ത് തന്നെ ഉണ്ടാവുന്നതാണ് ഈ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്.
ഓക്കെ ആണല്ലോ. MAN ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആണ് അല്ലേ. ഒരു ഫുൾ ഒരു സിറ്റിയിലൊക്കെ നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ MAN ഒക്കെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് ഫേസ് 1ലും ഫേസ് 2 ആയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ 5 തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് മാത്രം നോക്കിയാൽ പോരെ, നമ്മൾ +1ലെ ടെക്സ്റ്റും കൂടെ നോക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇതുവരെ നമ്മുടെ എന്താ പറയുക കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ വളരെ എന്താ പറയുക ബേസിക്, അധികം സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു മുമ്പ് ചോദിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു എക്സാം എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്യാവശ്യം ലെവലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, നമ്മുടെ ഡിഗ്രി ലെവലിൻ്റെ അതേ സിലബസ് തന്നെയാണ് ഡിഗ്രിക്കും, ഐ മീൻ നമ്മുടെ +2 ലെവലിൻ്റെ അതേ സിലബസ് തന്നെയാണ് ഡിഗ്രി ലെവൽ എക്സാമിനുള്ളത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ കേസിൽ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ +1ലെ ടെക്സ്റ്റ് ബുക്ക് മുഴുവനും പഠിക്കണം കേട്ടോ, അത് വിടരുത്. കാരണം നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജസ്റ്റ് തൊട്ടടുത്ത അതിൽ നിന്ന് തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ആ ഒരു പാരഗ്രാഫിൽ നിന്ന് തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളിത് മുഴുവനും പഠിക്കുക. +1ലെ ടെക്സ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് മുഴുവനും നോക്കുക കേട്ടോ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ഞാൻ മാക്സിമം ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.